നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള ശിവഭഗവാനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകുന്നേരം അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ക്ഷേത്രത്തിൽ ആരാധനകൾ നടത്തുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 108 പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കരുതി പോരുന്നത്. എങ്കിലും ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ മറ്റൊരൈതിഹ്യം കൂടി പറയാനുണ്ട്. ഖരൻ എന്ന അസുരൻ തൻ്റെ മുത്തച്ഛനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ചതിന് ശേഷം ചിദംബരത്ത് പോയി ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ തപസ്സാരംഭിച്ചു. ഖരന്റെ തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ അദ്ദേഹത്തിന് 3 ജ്യോതിർലിംഗങ്ങൾ നൽകുകയും ചെയ്തു. 2 ശിവലിംഗങ്ങൾ ഇരു കൈകളിലായും മറ്റൊന്ന് വായിൽ കടിച്ചു പിടിച്ചും കൊണ്ടും ഖരൻ വായുമാർഗം സ്വസ്ഥാനത്തേക്ക് പ്രയാണം ആരംഭിച്ചു. സഞ്ചാരവേളയിൽ അദ്ദേഹം വൈക്കത്തെത്തിയപ്പോൾ വിശ്രമിക്കാനായി കുറച്ചു നേരം അവിടെ സമയം ചിലവഴിക്കുകയും തൻ്റെ ഒരു കൈയിലിരുന്ന ശിവലിംഗം നിലത്ത് വയ്ക്കുകയും ചെയ്തു. വിശ്രമം കഴിഞ്ഞ് പോരാൻ തുടങ്ങിയപ്പോൾ നിലത്ത് വെച്ച വിഗ്രഹം എടുക്കാൻ സാധിക്കാതെ വരികയും തനിക്ക് ഇവിടം കുടികൊള്ളുന്നതാണ് ഇഷ്ടമെന്ന് ശിവഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഖരൻ അവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ശിവലിംഗം ഏൽപ്പിക്കുകയും തൻ്റെ പ്രയാണം ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ മറുകൈയിലിരുന്ന ശിവലിംഗം ഏറ്റുമാനൂരും വായിൽ കടിച്ചു പിടിച്ചിരുന്ന ശിവലിംഗം കടുത്തുരുത്തി തളിക്ഷേത്രത്തിലും സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. 1000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ 2 സവിശേഷതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7.5 പൊന്നാനിയും. 5 തിരികളോടുകൂടിയ കെടാവിളക്കാണ് ബലിപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക്. ഈ 2 സവിശേഷ വസ്തുക്കളും ക്ഷേത്രത്തിൽ എത്തിയതിൻ്റെ പിന്നിലും രസകരമായ ഐതിഹ്യങ്ങളുണ്ട്. 1540 ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിക്കുന്നത്. വിളക്കുകൾ പണിയുന്ന ഒരു മൂശാരി വലിയ ഒരു വിളക്ക് പണിത് കൊണ്ടുവരികയും അത്രയും വലിയ വിളക്ക് ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നും ഇതെവിടെ സ്ഥാപിക്കുമെന്ന് ചോദ്യം ഉയരുകയും ചെയ്തു. മൂശാരി ഉത്തരമില്ലാതെ നിന്നപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഒരു വിദ്വാൻ തുള്ളിക്കൊണ്ടുവരികയും മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ബലിക്കപ്പുരയിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. വിളക്ക് സ്ഥാപിച്ച ഉടൻ തന്നെ ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും എണ്ണയില്ലാതെ തന്നെ വിളക്കിൽ തിരി കത്തുവാനും തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ഈ വിളക്കിലെ തിരി കെട്ടിട്ടില്ല. ഈ സംഭവത്തോടെ അകത്തുനിന്ന് തുള്ളിക്കൊണ്ടുവന്ന വിദ്വാനും മൂശാരിയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. തുള്ളിക്കൊണ്ടുവന്ന വിദ്വാൻ സാക്ഷാൽ ശിവഭഗവാനാണെന്നും മൂശാരി ഭഗവാനിൽ ലയിച്ചു എന്നും വിശ്വസിച്ചു പോരുന്നു. 7.5 പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടീരകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമ്യൻ, വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ. വാമനൻ ചെറുതാകിയാൽ 1/2 പൊന്നാനിയാകുകയാണ് ഉണ്ടായതത്രേ. മലയാള വർഷം 929 വടക്കങ്കൂർ രാജ്യം പിടിച്ചടക്കുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവപിള്ള നിലയത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവി പള്ളി മഠവും നശിപ്പിച്ചു കളയുകയും ചെയ്തു അത്രേ. തന്നിമിത്തം തിരുവിതാംകൂർ മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും പല വിധത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുകയാൽ തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായശ്ചിത്തമായി നടക്കുവെച്ചതാണത്രേ ഈ 7.5 പൊന്നാനകൾ. 7.5 പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുക. ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ അർദ്ധരാത്രി 12 മണിക്കാണ് 7.5 പൊന്നാന ദർശനം ആരംഭിക്കുന്നത്. പൊന്നാനകളെ ദർശിച്ചു കാണിക്കയർപ്പിച്ച് ഏറ്റുമാനൂരപ്പനെ പ്രണമിക്കാൻ ആയിരങ്ങൾ അന്ന് ക്ഷേത്രത്തിലെത്തുന്നു. 7.5 പൊന്നാന ദർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം.
കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതരാകുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിഗ്ഗജങ്ങളാൽ സന്നിഹിതമാകുന്ന ശ്രീ പരമേശ്വരനെ വണങ്ങി കാണിക്ക അർപ്പിക്കാൻ ഭക്തജനങ്ങൾ ലക്ഷങ്ങളാണ് എത്താറുള്ളത്. ഏഴര പൊന്നാന ദർശനത്തിനു മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കുടം തലേ ദിവസം വൈകിട്ട് നടക്കുന്ന സേവയിൽ എഴുന്നള്ളിക്കുക പതിവുണ്ട്. ഏഴര പൊന്നാന കൂടാതെ പൊന്നിൻകുട, നെന്മാണിക്യം, രത്നം പതിച്ച വലംപിരി ശംഖ്, കരിങ്ങൽ നാഗസ്വരം, സ്വർണവിളക്ക്, സ്വർണക്കുടങ്ങൾ, സ്വർണ നാണയങ്ങൾ എന്നിവ ഉൾപ്പെടെ സവിശേഷ ശേഖരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഭാരതം ഒട്ടുക്കും ഏറ്റുമാനൂർ ഏഴര പൊന്നാന ദർശനം പ്രസിദ്ധവും ഭക്തജനപ്രിയവുമാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി തീർത്ഥാടക സഹസ്രങ്ങൾ ദർശന സായുജ്യവും അഭിലാഷപൂർത്തിയും തേടി ഏഴര പൊന്നാന ദർശന ദിവസം ക്ഷേത്രാങ്കണത്തിലെത്തുന്നു.